അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പൂർണ്ണമായും രാജിവെച്ചത് എടുത്തുചാട്ടമാണെന്ന് നടൻ ഷമ്മി തിലകൻ. ആരോപണ വിധേയർ മാത്രം രാജിവെച്ചാൽ മതിയായിരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടത് വോട്ട് ചെയ്ത അംഗങ്ങളോട് കാട്ടിയ വഞ്ചനയാണ്. സംഘടനയ്ക്കുള്ളിൽ ജാതീയമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഷമ്മി തിലകൻ ആരോപിച്ചു. എനിക്ക് തോന്നുന്നത് അതൊരെടുത്തിയേട്ടമായി പോയി. കാര്യം ആവശ്യമില്ലാത്തൊരു പരിപാടിയായിപ്പോയി. എല്ലാവരും കൂടെ രാജിവെക്കേണ്ട കാര്യമില്ലായിരുന്നു. ആരോപിതരായിട്ടുള്ള ആൾക്കാർ മാത്രം രാജിവെച്ചാൽ മതിയായിരുന്നു. ഒരു അനിശ്ചിതത്വം ഉണ്ടായില്ലേ അംഗങ്ങളില്. 506 അംഗങ്ങളോ മറ്റോ ഉണ്ട്. 506 അംഗങ്ങളില് ഏകദേശം എന്തായാലും ഒരു 3 പേര് ശതമാനം ആൾക്കാർ അവിടെ വോട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇവരെല്ലാവരും ഈ പറയുന്ന, ഞാൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും അവിടെ അതിനകത്ത് ആ സ്ഥാനങ്ങളിലിരിക്കുന്നത്. അപ്പൊ അവരാ വോട്ട് ചെയ്തവരോട് കാണിച്ച ഒരു വഞ്ചനയായിട്ടാണ് അതെനിക്കത് തോന്നുന്നത്. അമ്മയിലെ കൂട്ടരാജി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇമ്പാക്ട് ആണെന്ന് എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന ജോയ് മാത്യു. ധാർമ്മികത മുൻനിർത്തിയാണ് രാജി. സ്ത്രീകൾ ഭാരവാഹിത്വത്തിലേക്ക് വരുന്നത് സ്വാഗതാർഹമാണ്. അമ്മയിലെ ചില അംഗങ്ങൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെ പോരാട്ടം തുടരുമെന്നും ജോയ് മാത്യു പറഞ്ഞു. ഇതൊരു ധാർമ്മികതയുടെ പ്രശ്നമാണ്. ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. ഒരു മൊറാലിറ്റി, അതായത് പൊതുവേ നമ്മളെ രാജ്യത്ത് ഒരു ഭരണസമിതിയിൽ കേന്ദ്രത്തിൽ ഉള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു ആരോപണം നേരിട്ടാൽ, പ്രത്യേകിച്ച് ലൈംഗിക ആരോപണം, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമൊക്കെ ആരോപിക്കപ്പെട്ടാൽ അവർ രാജിവെച്ചതോടെ തീരുന്നത്. പക്ഷേ ഇത് ഞങ്ങൾ വേറൊരു മാതൃകയൊക്കെയാണ്. ഭരണസമിതി മൊത്തം ഈ ഒരു ധാർമ്മിക പ്രശ്നത്തിൻ്റെ പേരിൽ രാജിവെക്കണം. ഇതിൽ ഏറ്റവും വലിയ ക്രൈം ചെയ്തിട്ടുള്ള സാംസ്കാരിക മന്ത്രിയാണ്. 4.5 കൊല്ലം ഈ റിപ്പോർട്ട് പൂർത്തിവെച്ചതിനർത്ഥം ഇതിൽ ഇരയാക്കപ്പെട്ടവർക്ക് നീതി 4.5 കൊല്ലം തടഞ്ഞു വെച്ചു. അല്ലെങ്കിൽ ഇതിൽ കൊണ്ടുവരേണ്ട പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ 4.5 കൊല്ലം വൈകിച്ചു. ആരാ റെസ്പോൺസിബിലിറ്റി? സാംസ്കാരിക മന്ത്രി. യാതൊരു അംശമില്ല. അദ്ദേഹം വിളിച്ചു കൂട്ടുന്ന കോൺക്ലേവിൽ ഞാനൊന്നും പങ്കെടുക്കില്ല. ഈ അമ്മയുടെ ഭാരവാഹിയാണെങ്കിൽ പോലും ഞാൻ പങ്കെടുക്കില്ല.